ആ നാടിനെ അദ്ദേഹവും സൈന്യവും കൂടെ വളയും. എന്നിട്ട് ആ നാട് മുഴുവൻ ആക്രമിക്കും. ആ നാട്ടിലുള്ള വസ്തുക്കളൊക്കെ കൊള്ളയടിക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു, ഈ പ്രത്യേകതയുള്ള ആളായിരുന്നു തുഗ്ലക് രാജാവ്. അങ്ങനെയിരിക്കെ തുഗ്ലക് രാജാവ് തന്റെ നാടിൽ നിന്ന് യമനിൽ നിന്ന് തന്റെ അടിമകളെ കൂട്ടി, തന്റെ പരിചാരകരെ കൂട്ടി, തന്റെ സൈനികരെ കൂട്ടി ഒരു നാടിനെ ലക്ഷ്യമാക്കി പോവുകയാണ് തുഗ്ലക് രാജാവ്. അങ്ങനെയതാ തുഗ്ലക് രാജാവ് പോയി അന്നത്തെ കാലത്ത് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. അന്നത്തെ കാലത്ത് മദീനയുടെ പേരെന്താ? യസ്രിബ്. ആ യസ്രിബിൽ എത്തുകയാണ് തുഗ്ലക് രാജാവ്. അങ്ങനെ തുഗ്ലക് രാജാവ് യസ്രിബിൽ എത്തിയ സമയത്ത് തുഗ്ലക് രാജാവിൻ്റെതായ സ്വഭാവത്തെ പുറത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സൈനികരോട് ആ യസ്രിബ് എന്ന് പറയുന്ന ഇന്നത്തെ മദീനയുണ്ടല്ലോ, ആ മദീനയെ ആക്രമിക്കാൻ വേണ്ടി, ആ മദീനയിലുള്ള ആളുകളെ ആ നാട് കൊള്ളയടിക്കാൻ വേണ്ടി പറയുകയാണ്. രാജാവ് കൽപ്പനയിലാണ്. തന്റെ പരിചാരകരോട്, തന്റെ സൈനികരോട് സുന്ദരമാക്കപ്പെട്ട ചരിത്രങ്ങൾക്ക് സാക്ഷി പറയുന്ന ആ സുന്ദരമാക്കപ്പെട്ട മദീന, അന്നത്തെ കാലത്ത് യസ്രിബ് എന്ന് പേരുള്ള ആ നാട്, അത് ആക്രമിക്കാൻ വേണ്ടി രാജാവ് കൽപ്പിക്കണം. ആ സമയത്ത് അന്നത്തെ കാലത്ത് മദീനയിൽ താമസിച്ചിരുന്ന ചില ജൂതപണ്ഡിതന്മാരുണ്ട്. ജൂതപണ്ഡിതന്മാർ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതൃമാതാ ജൂതപണ്ഡിതന്മാർ. ആ ജൂതപണ്ഡിതന്മാർ കരഞ്ഞുകൊണ്ട് തുഗ്ലക് രാജാവിന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. തുഗ്ലക് രാജാവിന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ആ ജൂതപണ്ഡിതന്മാർ തുഗ്ലക് രാജാവിനോട് പറയുകയാണ്, രാജാവേ, നിങ്ങൾ ആക്രമിക്കാൻ പോകുന്ന ഈ നാടുണ്ടല്ലോ, നിങ്ങൾ ആക്രമിക്കാൻ പോകുന്ന, കൊള്ളയടിക്കാൻ പോകുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട യസ്രിബ് എന്ന് പറയുന്ന ഈ നാടുണ്ടല്ലോ, അതിന് വരുന്നതായ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്. ആ പ്രവാചകന്റെ ഹിജറയെ, ആ പ്രവാചകന്റെ ഹിജറ, അതിന്റെ ചരിത്രം ഓർക്കുന്ന, അതിന്റെ ചരിത്രം സാക്ഷിയാകുന്ന മണ്ണാണ് ഈ പുണ്യമാക്കപ്പെട്ട മണ്ണ്. അതിന്റെ സാക്ഷിയായി നിൽക്കേണ്ട, അതിന്റെ ചരിത്രം സാക്ഷിയായി നിൽക്കേണ്ട പുണ്യമാക്കപ്പെട്ട മണ്ണാണ് ഈ യസ്രിബിന്റെ മണ്ണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നാട് ആക്രമിക്കരുതേ, ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കൊന്നൊടുക്കരുതേ. ഈ നാട്ടിലെ ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ മദീന മലമടക്കുകളിൽ നിന്ന് വരുന്ന സമയത്ത് അവിടുത്തതായ ഹിജറയെ സ്വീകരിക്കാനുള്ള ജനങ്ങളാണ്. അവിടുത്തെ ഹിജറയെ സ്വീകരിക്കാനുള്ള നാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മദീനയിൽ യസ്രിബിൽ നിങ്ങൾ ആക്രമിക്കില്ല എന്ന് തുഗ്ലക് രാജാവിനോട് അവിടുത്തെ ജൂതപണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ തുഗ്ലക് രാജാവിന് വല്ലാത്ത അത്ഭുതമായി. ഈ റസൂലുള്ളാഹിനെ പറ്റി കേൾക്കണം, ഈ റസൂലുള്ളാഹിനെ പറ്റി അറിയാൻ, അവസാനത്തെ പ്രവാചകനെ പറ്റി മനസ്സിലാക്കാൻ, പഠിക്കാൻ വല്ലാത്ത കൊതിയായി. അങ്ങനെ തുഗ്ലക് രാജാവ് ഈ ജൂതപണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് അന്ത്യപ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഇന്നത്തെ രാത്രി അവസാനിക്കുകയാണ്. ഇത് മദീനയിലേക്ക് എത്തുന്ന സദസ്സാണ്. അന്ത്യപ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ് തുഗ്ലക് രാജാവ്. അങ്ങനെ അവസാന കാലഘട്ടത്തിൽ വരുന്ന അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തുഗ്ലക് രാജാവ് അവിടുന്ന് കരയുകയാണ്. തുഗ്ലക് രാജാവ് കരയുകയാണ്, യാ റസൂലല്ലാഹ്, എന്തൊരു പ്രണയമാണ് 1000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ആളാ അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ പൂജാരനാകുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുന്നേ യമനിലെ രാജാവായിരുന്ന തുഗ്ലക് രാജാവ്
പക്ഷെ ഒരു ഉറപ്പുമില്ല. 1000 വർഷങ്ങൾക്ക് മുന്നേ കരയുകയാണ്. തുമ്പത് രാജാവ് കരയുകയാണ്. ഇത് എന്റെ ഹബീബിന്റെ ഹിജറയെ സ്വീകരിക്കുന്ന മണ്ണാ. ഇത് എന്റെ ഹബീബിന്റെ ഹിജറയെ വരവേൽക്കുന്ന ജനതയാ. തുമ്പത് രാജാവ് മദീനയിൽ അല്ലാഹു റസൂലിനെ വരവേൽക്കാൻ ഒരു വീട് നിർമ്മിക്കുകയാണ്. ഒരു വീട് നിർമ്മിച്ചു. ഇന്നത്തെ ആ വീട്ടിൽ തുമ്പത് രാജാവ് 1 വർഷത്തോളം ആ വീട്ടിൽ താമസിച്ചു. മദീനയിലെ വീട്ടിൽ തുമ്പത് രാജാവ് താമസിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവോട് ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്റെ അവസാനത്തെ പ്രവാചകനെ ഇവിടേക്ക് ഹിജറ കൊണ്ടുവരിപ്പിക്കണേ. ഇവിടേക്ക് ഹിജറ വരിപ്പിക്കണേ. എന്റെ അവസാനത്തെ കുറേ പക്ഷേ അല്ലാഹുവിന്റെ മറ്റുമായി 1000 വർഷങ്ങൾക്ക് ശേഷം 100 ആണ്ടുകൾക്കിപ്പുറമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വരവ്. അങ്ങനെ 1 വർഷങ്ങൾ കാത്തിരുന്നു. പ്രായക്കാർ 1 വർഷങ്ങൾ തന്റെ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ച്, തന്റെ യമനിലെ രാജപദവികളെല്ലാം ഉപേക്ഷിച്ച് മദീനയിൽ ഒരു ചെറിയ ചെന്നക്കുടിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിച്ച് ദുആയിലായി തുമ്പത് രാജാവ് കഴിയുകയാണ്. എന്തൊരു പ്രണയമാണ്. അങ്ങനെ അവസാനം 1 വർഷം കഴിഞ്ഞു. തുമ്പത് രാജാവിന് ഉറപ്പായി എന്റെ ജീവിത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജയിക്കാൻ തന്നെ പോകുന്നില്ല. എന്റെ കാലഘട്ടത്തിൽ നിന്ന് ഉറപ്പായിപ്പോ തുമ്പത് രാജാവ് തന്റെ നാട്ടിലേക്ക് തന്നെ പോവാണ്. തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് തുമ്പത് രാജാവ്. എന്തൊരു പ്രണയമാണ്, എന്തൊരു പ്രണയമാണ്. അവിടുന്ന് 400 തന്റെ സൈനികരെ, അവിടുന്ന് തന്റെ 400 പഠിച്ചതായ ഈ ജൂത പണ്ഡിതന്മാരിൽ ഇസ്ലാമിനെ പറ്റി പഠിച്ചതായ 400 സൈനികരെ, 400 തന്റെ അടിമകളെ, തന്റെ കൂടെ വന്നതായ ജനങ്ങളെ മദീനയിൽ തന്നെ താമസിക്കണം. അവർക്ക് വേണ്ട 400 വീടുകൾ മദീനയിൽ അദ്ദേഹം കെട്ടിക്കൊടുത്തു. എന്നിട്ട് തുമ്പത് രാജാവ് നമ്മൾ കഴിക്കുന്നതായ ഈത്തപ്പഴമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ ഈത്തപ്പഴം അജ്വാ, അതിന്റെ ചരിത്രം വരികയാണ്, അതിന്റെ പ്രണയം വരികയാണ്. ഈ 400 തന്റെ ജനത ഈ താമസിച്ചതായ അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ വരവും കാത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം ഓർക്കുന്ന മദീന ആ മണ്ണിൽ ആ തുമ്പത് രാജാവ് താമസിപ്പിച്ചതായ 400 തന്റെ ജനത അടങ്ങുന്ന ആ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുമ്പത് രാജാവ് നട്ടുപിടിപ്പിച്ചതായ ഈത്തപ്പനയാണ്, ഈത്തപ്പഴമാണ് അജ്വാ. 400 ആളുകൾക്ക്, 400 കുടുംബങ്ങൾക്ക് തുമ്പത് രാജാവ് ഭക്ഷിക്കാൻ വേണ്ടി നട്ടുനനച്ചതായ തോട്ടമാണ് അജ്വാ മരം. അതിന്റെ തോട്ടങ്ങൾ അജ്വാ ഈത്തപ്പഴത്തോട്ടങ്ങൾ 1000 വർഷങ്ങൾക്ക് മുന്നേ. അങ്ങനെ തുമ്പത് രാജാവ് അവസാനം പോവുകയാണ്. മദീനയിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തന്റെ ജനതയുടെ കയ്യിൽ ഒരു കത്തേൽപ്പിക്കുകയാണ് തുമ്പത് രാജാവ്. ആ കത്തിൽ പ്രകാരമായിരുന്നു അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിന്റെ കവിളിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ കത്തിൽ ഇങ്ങനെ എഴുതുകയാണ്. 1000 വർഷങ്ങൾക്ക്
തുമ്പകിനെയൊന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഈ തുമ്പകിനെയൊന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ, യാ റസൂലല്ലാഹ്, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി അല്ലാഹുവോട് ശുപാർശ ചെയ്യണേ നബിയേ. നിങ്ങളൊന്ന് എനിക്ക് അല്ലാഹുവിനോട് വേണ്ടി നിങ്ങളുടെ ജനതയിൽ ഉൾപ്പെടാൻ, നിങ്ങളുടെ ജനതയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണേ എന്ന് അവിടുന്ന് തുമ്പഖ് രാജാവ് കത്തിന്റെ അവസാന ഭാഗത്തിൽ കരഞ്ഞുകൊണ്ട് എഴുതുകയാണ്. എന്നിട്ട് കത്ത് മടക്കി കത്തൊരു തോലിയിട്ടുകൊണ്ട് അതാ തന്റെ ജനതയുടെ കയ്യിൽ കൊടുക്കുകയാണ്. യമനിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ ഉദയം ചെയ്ത് 53 വർഷക്കാലം മക്കയിൽ ജീവിച്ചുകൊണ്ട് അവിടുന്ന് മദീനയിലേക്ക് പുണ്യമാക്കപ്പെട്ട യസ്രിബിലേക്ക് ഹിജ്റ വരികയാണ്. അതാ മദീനയുടെ മലമടക്കുകൾക്കിടയിലൂടെ പ്രിയപ്പെട്ടതായ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് അതാ മലമടക്കുകൾക്കിടയിലൂടെ പൂർണ്ണചന്ദ്രന്റെ പ്രകാശത്താൽ അവിടുന്ന് അവശനായിക്കൊണ്ട് മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീന പരിധിയിലെത്തി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മദീനയിലെ അൻസാറുകൾ, മുഹാജിറുകൾ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വരവേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് അല്ലാഹുവിന്റെ റസൂലിനെ. ആ വീടെ കാണുന്നറിയുമോ ഹബീബിങ്ങളെ? ആ വീടെ കാണുന്നറിയുമോ? 1000 വർഷങ്ങൾക്ക് മുന്നേ തുമ്പഖ് രാജാവ് യമനിൽ നിന്ന് വന്ന് മദീനയിൽ വന്ന് താമസിച്ചില്ലയോ? 1000 വർഷങ്ങൾക്ക് മുന്നേ യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന് 1 വർഷക്കാലം തുമ്പഖ് രാജാവ് താമസിച്ചില്ലയോ? ആ വീട്ടിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ വന്നുകൊണ്ട് ആദ്യമായി കടന്നു ചെല്ലുന്നത്. എന്തൊരു പ്രണയമാണ്! 1000 വർഷങ്ങൾ കടന്നുപോയ പ്രണയം. ആ വീട്ടിൽ കയറിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഒരു തോലിൽ പൊതിഞ്ഞ, ഒരു പഴകിയതായ തോലിൽ പൊതിഞ്ഞ ഒരു കവർ കൊടുക്കുകയാണ്. ആ കവർ കണ്ടപാട് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുകയാണ്. ഇത് എന്റെ സഹോദരൻ. അല്ലാഹുവിന്റെ റസൂൽ പ്രയോഗിച്ചൊരു പദം അഖീ, ഇതെന്റെ സഹോദരൻ. തുമ്പഖിന്റെ കത്താണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇതുവരെ കേട്ടിട്ടില്ല തുമ്പഖിനെ. പക്ഷേ ആ കത്ത് കണ്ടപ്പോൾ 1000 വർഷത്തെ പ്രണയം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഇതെന്റെ സഹോദരന്റെ, ഇതെന്റെ സഹോദരൻ തുമ്പഖിന്റെ കത്താണല്ലോ. ആ കത്ത് 1000 വർഷങ്ങൾക്ക് ശേഷം തുമ്പഖ് രാജാവിന്റെ സീല് പൊട്ടിക്കുകയാണ്. കത്ത് തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ തുമ്പഖേ, നീ എന്റെ സഹോദരനാണ്. നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ മഹ്ശറയിൽ നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും. നീ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ തുമ്പഖ് രാജാവിനെ ആശംസ അർപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, അവിടുത്തതായ അനുചരന്മാർക്ക് വേണ്ടി, അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ താമസിച്ച അൻസാറുകൾക്ക് വേണ്ടി ഭക്ഷിക്കാൻ അവിടുന്ന് തുമ്പഖ് രാജാവ് നട്ടുനനച്ച, അവിടുന്ന് വളർത്തിയ ഈന്തപ്പഴമാണ് അജ്വാഇന്റെ പഴം. ആ ഒരു പ്രണയമാണ് ഇന്നും ലോകത്താകമാനം മദീനയിൽ ചെന്നതായ ആളുകൾ അവിടുന്ന് ശേഖരിച്ച് അവിടുന്ന് വാങ്ങി ലോകത്തിന്റെ നാനാദിക്കുകളിലൂടെ ആ പ്രണയം ആളുകളിലേക്ക് കൈമാറുന്നത്. എന്തൊരു പ്രണയമാണ്! സ്വല്ലല്ലാഹു